ഇവിടെ എന്തായിരുന്നു ലക്ഷ്യം? ഇവിടെ നിങ്ങൾക്ക് തന്നെ പഴയകാല ഓർമ്മയുണ്ടാകും. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല ചിത്രങ്ങളും ഉണ്ടാകും. ഇവിടെ നാദാപുരത്തിന് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലേ? മാർക്സിസ്റ്റുകാര് ഒരു നബീസയെ ബലാത്സംഗം ചെയ്തു. നാട് മുഴുവൻ ഈ കോൺഗ്രസ് ഐക്കാർ പ്രചരിപ്പിച്ച് നടന്നില്ലേ? അതിനോടൊപ്പം മുസ്ലിം ലീഗുകാർ നടന്നില്ലേ? ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എത്രമാത്രം ഹീനമായ പ്രചരണമാണ് നടത്തിയത്. കുറെ കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഇത് ഉപയോഗിക്കാൻ പുറപ്പെട്ടു. അപ്പോൾ ആ സ്ത്രീയും സ്ത്രീയുടെ ഭർത്താവും രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ ഈ കോൺഗ്രസുകാര് അവരോടൊപ്പം മുസ്ലിം ലീഗുകാരും കൂടെ ചേർന്ന് പ്രേരിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ മഹാ അബദ്ധം ചെയ്തത്. എന്തായിരുന്നു അവിടുത്തെ ലക്ഷ്യം? എന്തായിരുന്നു UDFന്റെ ലക്ഷ്യം? മതസ്പർദ്ധയുണ്ടാക്കലല്ലേ? ഇന്ന് കേരളത്തിലെ UDFന്റെ ഒരു ഘടക പാർട്ടിയാണ് RSP. RSPയുടെ നേതാവാണ് ഷിബു ബേബി ജോൺ. ഷിബു, നിങ്ങൾ അന്തരിച്ചുപോയ പിതാവില്ലേ ബഹുമാന്യനായ ബേബി ജോൺ? ആ ബേബി ജോണിനെ കുറിച്ച് എന്തെല്ലാം കഥകൾ ഉണ്ടാക്കി നിങ്ങൾ ഓർമ്മയുണ്ടോ? RSPക്കാരുണ്ടെങ്കിൽ ചിന്തിക്കണം. ബേബി ജോൺ ഇവിടെ RSP ഇല്ലത്ര. ഇല്ലെങ്കിൽ കോൺഗ്രസിൽ UDFിലുള്ള ആളുകളൊക്കെ ചിന്തിക്കണം. ഏത് കഥകളും ഉണ്ടാക്കും. ചവറയിൽ ഒരു സരസൻ അവിടെ തയ്യാറിയൂവിലെ തൊഴിലാളിയാണ്. കല്യാണം നിശ്ചയിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല. എന്താ പ്രചരിപ്പിച്ചത് UDF? അന്ന് ഐക്യമുന്നണി ഇടതുപക്ഷ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിൽ വിദ്യാഭ്യാസ മന്ത്രിയാണ് ബേബി ജോൺ. ആ ഗവൺമെന്റിനെ തകർക്കാൻ ഈ ബേബി ജോൺ ഈ സരസനെ തല്ലിക്കൊന്ന് ഒരു സ്ഥലത്ത് കുഴിച്ചുമൂടി അവിടെ ഒരു ഇഷ്ടികക്കളം ഉണ്ടാക്കിയിരിക്കുകയാണ്. തല്ലിക്കൊന്ന് കടലിൽ കൊണ്ടുപോയി ഒടുക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ മാധ്യമങ്ങൾ ഉപയോഗിച്ച് പ്രചാരണങ്ങൾ നടത്തിയില്ലേ? അന്തരിച്ചുപോയ വലിയൊരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തെ ബഹുജനങ്ങളുടെ മുമ്പിൽ മുഴുവൻ അപകീർത്തിപ്പെടുത്തിയില്ലേ അന്ന്? അവസാനം വന്ന തെരഞ്ഞെടുപ്പിൽ ഒരു 10,650 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശ്രീ ബേബി ജോൺ വിജയിച്ചത്. എന്ത് ക്രൂരമായ വിനോദമാണ് കോൺഗ്രസ് കാണിച്ചത്! ഒരു ഗവൺമെന്റിന്റെ മന്ത്രിയെ തകർക്കാൻ, ഒരു ഗവൺമെന്റിനെ തകർക്കാൻ, ഒരു മുന്നണിയെ തകർക്കാൻ എത്രമാത്രം ഹീനമായ നിലപാടാണ് സ്വീകരിച്ചത്! ഒരു 4-5 വർഷം കഴിയുമ്പോൾ ഒരു ദിവസം ഒരാൾ ഈ സരസനെ കണ്ടെത്തുകയാണ്. കുന്താപുരത്ത്, മൈസൂരിലെ കുന്താപുരത്ത് ജോലി ചെയ്യുന്നു. അവിടെ നിന്ന് പോലീസുകാർ പിടിച്ചുകൊണ്ട് വന്നു. കോൺഗ്രസുകാരോട് ചോദിച്ചു, കോൺഗ്രസെ കണ്ടോ സരസനെ? അതാ കോൺഗ്രസ് പാർട്ടി. ഏത് വേഷവും കെട്ടും, ഏത് വൃത്തികെട്ട നിലപാടും എടുക്കും. മൂക്കിന്റെ വാലം പൊട്ടിയെന്നും പറയും, തലയിന്റെ എല്ല് പൊട്ടിയെന്നും പറയും, കയ്യും കാലുമില്ലെന്ന് പറയും. എന്തും പറയാൻ മടിയില്ലാത്തൊരു പാർട്ടി, എന്തും പ്രചരിപ്പിക്കാൻ മടിയില്ലാത്തൊരു പാർട്ടി. അവർക്ക് എന്തായി പേരാമ്പ്രയിലെ ലക്ഷ്യം? ഇവിടെ വളരെ ശാന്തമായി ജീവിക്കുന്ന ജനത, ആ ജനതക്കിടയിൽ സംഘർഷമുണ്ടാക്കണം. ആ സംഘർഷത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് UDFിനോടൊപ്പമാണ്. ആ സംഘർഷം വർദ്ധിക്കുമ്പോൾ ഈ കോൺഗ്രസിന്റെ അകത്തുള്ള കുറെ ഭീരുക്കളുണ്ട്. നെഞ്ഞൂന്തി നടക്കുന്നില്ലേ അഭ്യാസികളായിട്ട്? ഒരടി പൊട്ടിയാൽ പിന്നെ ഒരു അഭ്യാസി ഉണ്ടാവില്ല. പിന്നെ ലീഗുകാരെ പിടിച്ച് മുമ്പിലിടും. അപ്പൊ ലീഗുകാരും മാർക്സിസ്റ്റുകാരും നമ്മൾ ഏറ്റുമുട്ടും. വളരെ സന്തോഷം. കെങ്കേമം, അപാര ബുദ്ധി, അതിവിടെ പ്രയോഗിക്കാമല്ലേ? ഇതിനാണല്ലോ പുറപ്പെട്ടത്. അതിനായിരുന്നല്ലോ UDF ഇവിടെ പ്ലാൻ ചെയ്തത്. കോൺഗ്രസ് UDF എന്ന് ഞാൻ പറയുന്നില്ല. എനിക്കതുകൊണ്ട് മുസ്ലിം ലീഗുകാരോടാണ് പറയാനുള്ളത്. നിങ്ങൾ ഈ കോൺഗ്രസിന്റെ ഈ നിലവാരമില്ലാത്ത MP ആയി എന്നുള്ളത് കൊണ്ട് നിലവാരം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നിലവാരമില്ലാത്ത ഏതെങ്കിലും ഒരു നേതാവിന്റെ പിന്നാലെ നടന്ന് നിങ്ങൾ നാണം കെടരുത്. നിങ്ങൾ ഉയർന്ന് ചിന്തിക്കണം. ഈ കോൺഗ്രസിൽ എങ്ങനെ താങ്ങി നടക്കണമെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക്.
അത് കേരളത്തിനും കേരള രാഷ്ട്രീയത്തിനും ഈ പ്രദേശത്തിനും ഗുണകരമാണോ? ഇത്തരത്തിലുള്ള നടപടികൾ ഗുണകരമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഒരു പ്രശ്നവുമില്ലാത്ത ശാന്തമായ ഒരു പ്രദേശം. ആ പ്രദേശത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കുക. കെങ്കേമൻ കേട്ടോ, ഇനി സൂക്ഷിച്ചിങ്ങനെ പോയാ മതി. മൂക്കിന്റെ വാലേ പോയിട്ടുള്ളൂ. ഇപ്പൊ പോകുമ്പോ സൂക്ഷിക്കണം. എന്തടിസ്ഥാനത്തിനാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത്? ഞങ്ങളിതിങ്ങനെ നോക്കി നിൽക്കും. കാരണം മാർക്സിസ്റ്റുകാർ നല്ല ക്ഷമാലുക്കളാണ്. അവരിങ്ങനെ അടികൊണ്ടാലും ഗാന്ധിയെ പോലെ വേദനിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചിരിക്കും. അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചു കളയാ, എന്നിട്ട് നെഞ്ചൂക്കൊന്ന് കാണിച്ചു കൊടുത്തു കളയാ എന്ന് ധരിച്ചിട്ടല്ലേ പഞ്ചായത്ത് ഓഫീസിൽ പോയത്? നമ്മളെ ഏതെങ്കിലും നല്ല കയ്യൂക്കുള്ള സഖാക്കൾ ഉണ്ടെങ്കിൽ ഈ വന്നാൾ തിരിച്ചു പോവോ? പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അത്രേ, അവര് പോയിക്കോട്ടെ. അദ്ദേഹത്തിന്റെ നല്ലൊരു മനസ്സ്, ചെറുപ്പക്കാരനാണ്, ചെറുപ്പത്തേക്കാൾ പക്വത കാണിച്ചു. അതുകൊണ്ട് അവര് വന്ന വഴിക്ക് അവര് പോയിക്കോട്ടെ, നമ്മളതിലൊന്നും ഇടപെടണ്ട. അതാ CPIM-ന്റെ നയം. അവിടെ ഞങ്ങൾ ഭീരിക്കളാൻ ധരിച്ചേക്കരുത്. അത് കണ്ട് മേക്കിട്ട് കയറാൻ പുറപ്പെടേണ്ട. മേക്കിട്ട് കയറാൻ പുറപ്പെട്ടാൽ അനുഭവിക്കും. അത് മനസ്സിലാക്കിക്കൊള്ളൂ. ഇവിടെ പേരാമ്പ്രയിൽ ശാന്തമായൊരു നാട്, വളരെ സൗഹാർദ്ദപരമായൊരു നാട്. ആ നാടിന്റെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തെ തകർക്കാൻ ആസൂത്രിതമായ പദ്ധതി ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിന് തിരിച്ചടിയൊന്നും കൊടുത്തിട്ടില്ല, അതിന് പോയിട്ടുമില്ല. സാധാരണഗതിയിൽ ഒരു ജനാധിപത്യപരമായ പ്രതിഷേധം, ആ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആ പ്രതിഷേധം പ്രകടനം നടത്താൻ പാടില്ലേ? പ്രകടനം നടത്തി ജനങ്ങൾ ഇതറിഞ്ഞുകൂടി. ജനങ്ങളെല്ലാം സംഘടിപ്പിച്ചതാണെങ്കിൽ അതുകൊണ്ടൊന്നും അവസാനിക്കില്ല, വലിയ ജനക്കൂട്ടം ഉണ്ടാകും. പക്ഷേ ജനങ്ങൾ അറിഞ്ഞു വന്നു. ഇത് മനസ്സിലാക്കിയപ്പോൾ പോലീസ് ഇടപെട്ടു. പോലീസ് പറഞ്ഞു CPM നേതാക്കളോട്, ഇവിടെ സംഘർഷം ഉണ്ടാകരുത്, നിങ്ങളുടെ കൂട്ടരെല്ലാം പിരിഞ്ഞു പോകാൻ പറയണം. പാർട്ടിയോടെ ഉത്തമരായ സഖാക്കൾ, ഈ നാടിന്റെ താൽപര്യങ്ങളോടൊപ്പം നിൽക്കുന്ന സഖാക്കൾ ഇവിടെ സംഘർഷം ഉണ്ടാക്കരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് സഖാക്കളോടെല്ലാം പിരിഞ്ഞു പോകാൻ പറഞ്ഞു. ഈ സഖാക്കളെല്ലാം പിരിഞ്ഞുപോയി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഈ ജില്ലയുടെ തന്നെ ഫലഭാഗത്തു നിന്നുമായിട്ട് പ്ലാൻ ചെയ്തതനുസരിച്ച് ആളുകൾ വന്നെത്തുകയാണ്. പോലീസ് അവരോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞു. പിരിഞ്ഞു പോകാതെ ആക്രമിക്കാൻ പുറപ്പെട്ട പോലീസ് നോക്കി നിൽക്കുമോ? ഇവിടെ ക്രമസമാധാനം പാലിക്കേണ്ട ചുമതല പോലീസിനാണ്. യഥാർത്ഥത്തിൽ പോലീസ്, എന്തൊരു വിമർശനം, എന്തൊരു നിരീക്ഷണം, അത്ര ശക്തമായ ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ്. പോലീസും വളരെ ക്ഷമിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അവർക്ക് നേരെ ആക്രമണം വന്നാൽ അവർ ക്ഷമിക്കുമോ? പോലീസിന് നേരെ ആക്രമണം വന്നാൽ അവർ ക്ഷമിക്കുമോ? പോലീസിനെ കണ്ട് ഓടിയ പാരമ്പര്യമായി ഇവർക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇവര് പോലീസിനെ കണ്ടിട്ട് ഓടിയിട്ടുണ്ടോ കുറച്ചാളെന്ന് പറയാൻ കഴിയില്ല. പോലീസിന്റെ തൊപ്പി കാണുമ്പോൾ ഓടുന്നവരല്ലേ നേതാവായിട്ട് അവിടെ ഇനി കിടക്കുന്നത്, പാലം പൊട്ടിയിട്ടും പാലം പൊട്ടാണ്ടൊക്കെ. പോലീസിനെ കാണുമ്പോൾ ഓടുന്നവരല്ലേ. ഏതെങ്കിലും ജനകീയ പ്രശ്നങ്ങൾക്ക് മുന്നുണ്ടായിരുന്നോ? ഇവിടെ നമ്മുടെ നാടിന്റെ കഷ്ടകാലം, അതിന്റെ ഭാഗമായിട്ടൊരു MP ഉണ്ടായിപ്പോയി. അതാ പറഞ്ഞ മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ ഇരുന്ന സ്ഥലത്ത്, അതേ കോൺഗ്രസ് ആണെങ്കിൽ പോലും പെരുമാറ്റത്തിലും ശീലത്തിലും എല്ലാം നല്ല മെച്ചപ്പെട്ടതാണ്. ഇതിവിടെ ഒരു MP അഹംഭാവം, ധിക്കാരം, താൻ പ്രമാണിത്വം, ആരാകാ ധാരണ, അത് കോൺഗ്രസ് ഓഫീസിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ. നേരെ ഇങ്ങോട്ട് വന്നാൽ അപ്പോൾ അറിയും. ഇവിടെ യാതൊരു കാരണവുമില്ലാതെ പോലീസിനെ ആക്രമിക്കുന്നു. പോലീസിനെ ആക്രമിക്കുക മാത്രമല്ല, നാടൻ ബോംബ് അത് അതിനു മുമ്പ് പല സ്ഥലത്തും പ്രയോഗിച്ചിട്ടുണ്ട്. പരീക്ഷണം ഈ നിങ്ങളുടെ പേരാമ്പ്രയിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ഈ ബോംബ് റോഡിൽ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് റോഡിൽ പല സ്ഥലത്തും ഈ ബോംബ് കെട്ടുന്നത്. പിന്നെ വെടിമരുന്ന്, കുപ്പിച്ചില്ല്, ഇരുമ്പാണി ഇതെല്ലാം കൂടി ചേർത്ത് നല്ല ചരട് കൊണ്ട് കെട്ടും, ചാക്കിന്റെ നൂല് കൊണ്ട് കെട്ടും. ഇതങ്ങ് എറിയാണ്. പല സ്ഥലത്തും ഇത് പൊട്ടിയതിന്റെ അവശിഷ്ടങ്ങളുണ്ട്. ഈ ബോംബുമായിട്ടാണ് പുറപ്പെട്ടത്. ഇവിടെ തന്നെ എത്തുന്നത് പോലീസിന് നേരെ ബോംബെറിയാണ്. പോലീസിന് നേരെ ബോംബെറിഞ്ഞാൽ പോലീസുകാർ രാജ്യം വെച്ചിരിക്കുക ഇങ്ങനെ. അതിനനുസരിച്ചൊന്നും ഇവിടെ പോലീസ് പെരുമാറിയിട്ടില്ല. ഇവിടെ പോലീസ് വളരെ സമാധാനപരമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഞങ്ങൾ പറയുന്നതും അങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഈ നാടിന്റെ ക്രമസമാധാനം കാത്തു സൂക്ഷിക്കുകയാണ് പോലീസിന്റെ ചുമതല. ആ ചുമതല നിർവഹിച്ച 2 പോലീസ് ഓഫീസർമാർ, ഇവിടുത്തെ ഡിവൈഎസ്പി എന്താ കെ സി വേണുഗോപാലൻ പറഞ്ഞത്? ഇവിടെ വേണുഗോപാല കുറച്ച് നിലവാരം വേണം കേട്ടോ, കുറച്ച് നിലവാരം കാത്തു സൂക്ഷിക്കണം. ഒന്നുമില്ലെങ്കിലും കുറച്ചു കാലെങ്കിലും ആ സോണിയാഗാന്ധിയോടൊപ്പം നടന്നിട്ടില്ലേ? അതിന്റെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ഗുണം കാണണ്ടേ? ഇവിടെ വന്ന് മൈക്കിട്ട് ബന്ധം പിടിച്ച് പറയലാണ്. പോലീസ് ഓഫീസർമാരെ ഭീഷണിപ്പെടുത്തുക, അവരെ വീട്ടിലേക്ക് മാർച്ച്, കെ സി വേണുഗോപാലിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിക്കൂടെ? എന്താ നടത്താൻ പറ്റൂലേ? ഇവിടെ ഡിവൈഎഫ്ഐക്കാർ വിചാരിച്ചാൽ നാളെ രാവിലെ നടത്തൂലേ? ഈ വീട്ടിലേക്ക് മാർച്ച് നടത്തലാണോ സമരം? പോലീസ് ഓഫീസർമാർ അവരുടെ ഡ്യൂട്ടിയാണ് നിർവഹിക്കുന്നത്. ആ ഡ്യൂട്ടി നിർവഹിക്കുന്നില്ലെങ്കിൽ അവർ ശിക്ഷാർഹമാണ്. അതുകൊണ്ട് പോലീസ് ക്രമസമാധാനം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട പോലീസ് ആ ക്രമസമാധാനം കാത്തു സൂക്ഷിച്ചേ പറ്റൂ. അത് പോലീസ് നിർവഹിക്കും. അത് നിർവഹിച്ചതിന് പോലീസിനെ ഭീഷണിപ്പെടുത്തുക, തല്ലിക്കാലൊടിക്കും പേരെഴുതി വെച്ചിട്ടുണ്ട്, വീട്ടിന്റെ മുമ്പിൽ സമരം നടത്തും, പുറത്തിറങ്ങാൻ വിടില്ല. 6 മാസം ഈ വേണുഗോപാലൻ തന്നെ കോൺഗ്രസിൽ ഉണ്ടാവുമെന്നറിയില്ല, എങ്ങോട്ട് പോകുമെന്നറിയില്ല. അതുകൊണ്ട് കെ സി വേണുഗോപാലിനെ പോലെയുള്ള ഒരു നേതാവ് ഈ പേരാമ്പ്ര വന്ന് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണോ? ജനങ്ങളെ ഭയപ്പെടുത്താനാണോ ഉദ്ദേശം? അതൊന്നും കോൺഗ്രസ് ഓഫീസിൽ പറ്റൂ. അതിന് പുറത്ത് ഞങ്ങളെ മേലെ കയറണ്ട കേട്ടോ. ഞങ്ങളെ മേലെ കയറിയാൽ ചൂടറിയും. അതറിയാതിരിക്കുന്നതാണ് നിൽക്കാലം നല്ലത്. അതുകൊണ്ട് മൈക്കിന് മുമ്പിൽ നിന്ന് പ്രസംഗിച്ചു അവിടെ അവസാനിപ്പിച്ച പോട്ട് പോലീസ് ഓഫീസർമാരോട് ഇവിടുത്തെ SP-യുടെ ഒരു പ്രസ്താവന ഞാൻ ടെലിവിഷനിൽ കണ്ടു. അദ്ദേഹത്തെ ഭയപ്പെടുത്തി, അദ്ദേഹത്തെ വല്ലാതെ ഭയപ്പെടുത്തി, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരെ ഭയപ്പാടുണ്ടാക്കിച്ചു. അദ്ദേഹം കാര്യങ്ങൾ ശരിയായ നിലയിൽ നിരീക്ഷിക്കാതെയാണ് ചാനലുകൾക്ക് മുമ്പിൽ അഭിപ്രായം പറഞ്ഞത്. ഇവിടെ നടന്ന സംഭവങ്ങളല്ല. ഇവിടെ പോലീസുകാർക്ക് നേരെ ബോംബെറിയാണ് ഉണ്ടായത്. ആ ബോംബെറിഞ്ഞവരെ കണ്ടെത്താൻ ഇന്നത്തെ നിരീക്ഷണത്തിൽ കഴിഞ്ഞില്ലേ? ഇന്ന് ബോംബെറിഞ്ഞാൽ ഇന്നത്തെ ആധുനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ബോംബെറിഞ്ഞവരെ കിട്ടും. എറിയുന്നവരെ കണ്ടു, കൊണ്ടുവന്നവരെ കണ്ടു. അവിടെ ലാത്തി കൊണ്ട് ഏത് പോലീസുകാരനാ തല്ലിയത്? തല്ലിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസുകാരോട് ചോദിച്ചാൽ മതി ആരാ തല്ലിയെന്ന്. അതിനകത്ത് ഗ്രൂപ്പല്ലേ? ആ ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരത്തിൽ 2 ഗ്രൂപ്പുകാരും തമ്മിൽ വടിയെടുത്തിട്ടാ വന്നത്. നിങ്ങൾ പരസ്പരം തല്ലിയിട്ടുണ്ടാവും. ഈ MP-യോട് വിരോധമുള്ളവർ ഇവിടെ ഉണ്ടാവും കോൺഗ്രസിൽ. അവര് മൂക്കും കഴുത്തും ഒക്കെ നോക്കി കണ്ണു നോക്കി കൊടുത്തിട്ടുണ്ടാവും. അതൊന്നും പോലീസിന്റെ മേലെയും ഞങ്ങളുടെ മേലെയും കെട്ടിവെക്കണ്ട. അതുകൊണ്ട് ആ കാര്യം നല്ലതുപോലെ മനസ്സിലാക്കണം. കോൺഗ്രസ് പാർട്ടിയുടെ അധപ്പതനം എവിടം വരെ എത്തി? എവിടം വരെ എത്തി കോൺഗ്രസ് പാർട്ടിയുടെ അധപ്പതനം? എന്തിനാ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ പുറത്താക്കിയത്? പുറത്താക്കിയില്ലേ? VD സതീശൻ അവന് നിയമസഭയിൽ കയറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്തിനാ പുറത്താക്കിയത്? എന്തിനാ നിയമസഭയിൽ കയറ്റില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്? ഗർഭചിത്ര കേസ്, സ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസ്, ആ നേതാവിനെയും കൊണ്ടാണ് നടക്കുന്നത്.
ഈ കോൺഗ്രസ് എവിടെ എത്തി? നിങ്ങൾ എവിടെ എത്തിയെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്? ഈ അധപ്പതനത്തിലല്ലേ ഉള്ളത്? അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വൃത്തികെട്ടവരെ ചുമക്കുക, ഏത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെയും ന്യായീകരിക്കുക, അവരെ തലയിലേക്ക് നേതാവ്. യൂത്ത് കോൺഗ്രസ് സുഹൃത്തുക്കളെ, നിങ്ങൾ കുറച്ച് ആത്മാഭിമാനമുള്ളവരല്ലേ? നിങ്ങൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ? ഈ കോൺഗ്രസ് അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ ഈ വൃത്തികെട്ട നിലപാടിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇപ്പൊ സ്വീകരണം കൊടുക്കുകയാണ്. പാലക്കാട് ഗംഭീര സ്വീകരണം. ഇതാ കോൺഗ്രസ് പാർട്ടി എന്ന് ബഹുജനങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ ഒരു പതിപ്പാണ് ഇവിടെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ അതിക്രമങ്ങൾക്കെതിരായും ജനകീയ ശക്തി സമാഹരിക്കുക. ഇടതുപക്ഷ ഗവൺമെന്റ് കൂടുതൽ ശക്തി പ്രാപിക്കണം. ഇനി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുണ്ട്. അവയെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ആ ഗവൺമെന്റിനെ തകർക്കാൻ നടക്കുന്ന രണ്ട് നീക്കങ്ങൾ ഒരു ഭാഗമാണ്. ഒന്ന്, മുഖ്യമന്ത്രിയെ വ്യക്തിഹത്യ നടത്തുക. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് എന്താ വിരോധം? ഈ കേരളത്തിന്റെ വളർച്ചയിൽ, ഈ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ സൃഷ്ടിക്കുന്നതിൽ, ഒരു വികസന കേരളം വളർത്തിയെടുക്കുന്നതിൽ നേതൃത്വപരമായ കഴിവും ശക്തിയുമുള്ള, ആർജവമുള്ള, നിശ്ചയിക്കുന്ന കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് പോലെ നടത്താൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ നിങ്ങൾ നാഷണൽ ഹൈവേ 66 കേരളം മുഴുവൻ അതിന്റെ വികസന മേഖലയല്ലേ? ഈ നാട് മുഴുവൻ ഇന്ന് വികസനത്തിലല്ലേ? 65,000 കോടി രൂപയാണ് ആ വികസനത്തിലൂടെ കേരളത്തിൽ മുഴുവൻ വിന്യസിക്കുന്നത്. നമ്മുടെ ഈ പേരാമ്പ്രയിലൊക്കെ നടക്കുന്ന വ്യാപാരം അതിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ ഗെയിൽ പൈപ്പ് ലൈൻ, പുതിയ റോഡുകൾ, പാലങ്ങളൊക്കെ എത്രമാത്രം മെച്ചം വന്നു. ഇതിനെല്ലാം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാണ്. അത് മുഴുവൻ നമ്മുടെ നാട്ടിൽ വിന്യസിക്കുകയാണ്. ഇത് ജനങ്ങളുടെ കൈവശം എത്തുകയാണ്. 65 ലക്ഷം ആളുകൾക്ക് മാസം പ്രതി 1,600 രൂപ പെൻഷൻ അവരുടെ കൈകളിലെത്തുന്നു. അവിടെ നിർത്താനല്ല പോകുന്നത്, ഇനി വർദ്ധിപ്പിക്കാൻ പോവുകയാണ് ഗവൺമെന്റ്. ഇനിയും വർദ്ധിപ്പിക്കും. ഈ കേരളത്തെ കേന്ദ്ര ഗവൺമെന്റ് അവഗണിക്കുന്നു. നമ്മുടെ വികസനത്തിനുള്ള പണം തരുന്നില്ല. കഴിഞ്ഞ 4 കൊല്ലത്തിനുള്ളിൽ 2 ലക്ഷം കോടി രൂപ കേരളത്തിന്റെ വികസനത്തിന് തരേണ്ടിയിരിക്കുന്ന പണം കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. ഒരു കോൺഗ്രസ് നേതാവിനും പരാതിയില്ലല്ലോ. ആ കേന്ദ്ര ഗവൺമെന്റിന് ചിന്താവാദം വിളിക്കാൻ നടക്കുകയാണ്. ഒരു നേതാവിനും പരാതിയില്ലല്ലോ, ഒരു എംപിക്കും പരാതിയില്ലല്ലോ. ഈ 5 വർഷക്കാലത്തിൽ 4 വർഷക്കാലം, രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ 4 വർഷക്കാലം, ഇന്ത്യയിലാകെ 5 ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതമായി കൊടുത്തു. 5 ലക്ഷം കോടി രൂപ നികുതി വിഹിതമായി കൊടുത്താൽ കേരളത്തിന് 75,000 കോടി രൂപ ലഭ്യമാക്കണം. 35,000 കോടിയെ അനുവദിച്ചിട്ടുള്ളൂ, തരുന്നുള്ളൂ. പണം തരുന്നില്ല. ഇതാ നമ്മുടെ വയനാട് ദുരന്തം. ഈ നേതാവിന് അവിടെ പോയി സമരം ചെയ്യരുതോ? ബടിയെടുത്ത് താളിയും കൂട്ടി ബോംബും കൊണ്ട് നടക്കുന്ന നേതാവിന് അവിടെ പോയി സമരം ചെയ്യാറോ? ആ മഹാദുരന്തത്തിന് 2,200 മതിയാകില്ല. എങ്കിലും 2,200 ആവശ്യപ്പെട്ടു. 221 കോടി അനുവദിച്ചത്. എന്നാൽ അവിടുത്തെ ജനങ്ങൾക്ക് നൽകേണ്ട ക്ഷേമ പ്രവർത്തനങ്ങളൊന്നും ഈ ഗവൺമെന്റ് മാറ്റിവെക്കില്ല. എല്ലാ കാര്യങ്ങളും നിർവഹിക്കും. അതാണ് നമ്മുടെ ഫലപ്രദമായ സാമ്പത്തിക ആസൂത്രണം. അതാണ് നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ട വികസന കാര്യങ്ങൾ ഇനിയും ശക്തിപ്പെടുത്തണം. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിന്റെ കേന്ദ്ര ശക്തിയാണ്. അനുഭവമുള്ള, പ്രായസ്ഥനായി നമ്മുടെ നാടിന്റെ നയിക്കാൻ പ്രാപ്തിയുള്ള, ദീർഘകാലത്തെ 10-70 വർഷക്കാലത്തെ രാഷ്ട്രീയ അനുഭവമുള്ള ഒരു ഉന്നതനായ നേതാവ് കേരളത്തെ നയിക്കുന്നു. ആ നേതാവിനെ തകർത്താൽ പിന്നെ
കേരളത്തിന്റെ വികസനം മുരടിപ്പിക്കാം, ഇടതുപക്ഷ മുന്നണിയെ ദുർബലപ്പെടുത്താം. അതിനുവേണ്ടി ഏതൊക്കെ വഴികൾ സ്വീകരിച്ചു? ഒരു സ്വപ്ന സുരേഷിനെയും കൊണ്ട് നടന്നു. പിന്നെന്തുകൊണ്ട് നടന്നു? പിന്നെ സ്വർണം, ചെമ്പ്